എന്താടാ എന്ത് പറ്റി? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റൂ. നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് പഠിക്കുന്ന വേണ്ട, ഞാനും കൂടെ ജോലിക്ക് ഇറങ്ങാമെന്ന്. അതിനിപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇന്ന് ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. ഉടനെ തന്നെ മുതലും പലിശയും തിരിച്ചടച്ചെങ്കിൽ അവർ ജപ്തി ചെയ്യുമെന്നാണ് പറയണത്. അമ്മ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി കുറച്ചും കൂടി സമയം ചോദിച്ചതല്ലേ, പിന്നെ ഇപ്പം എന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ മക്കളെ, ആകെയുള്ള സ്വത്ത് ഈ വീടാണ്. ഇതും കൂടെ പോയി കഴിഞ്ഞാൽ അമ്മ വിഷമിക്കാതെ, നമുക്കെന്തെങ്കിലും ചെയ്യാം. ദേമ ഒരു കാര്യം പറയാം, അച്ഛനായിട്ട് കുറേ കടങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കി തന്നിട്ട് പോയിട്ടില്ല. പിന്നെ ആകെ ഉള്ളത് ഈ വീട് മാത്രമാണ്. അതും കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റി. മക്കളെ നിനക്കെന്തെങ്കിലും പറയാണ്ടെങ്കിൽ നീ അത് പറ. നീ പറ, എന്താ നിന്റെ മനസ്സിൽ? അത് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ വീട് വയ്ക്കാം. പിന്നെ ബാങ്കിലെ പൈസയും പോയിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് എനിക്ക് UK പോകാനാണ് പ്ലാന്. UK? ആ, അവിടെ ആകുമ്പം പഠിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യാം, നല്ല സാലറിയും കിട്ടും. പിന്നെ എൻ്റെ ഫ്രണ്ട് നിവീനില്ലേ അമ്മ, അവ അവിടെയാ. എടാ പെട്ടെന്നൊക്കെ നീ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ കാര്യവും. എടാ പെട്ടെന്നൊക്കെ വീട് വയ്ക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? തൽക്കാലം ബാങ്കിൽ കുറച്ചും കൂടി സാവകാശം ചോദിക്കാം, നിന്റെ സാലറിയും കൊണ്ട് അടയ്ക്കാം, പലിശയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ല. അപ്പം എൻ്റെ കരിയറിന് ഇവിടെ ഒരു വിലയില്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത്? നീ എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അന്നേ പറഞ്ഞു ഒന്നും ശരിയാവില്ല. എടാ ഈ വീട് വിറ്റാൽ തന്നെ ബാങ്കിലെ കടവും പോയിട്ട് ബാക്കി എത്ര കിട്ടാനാ? അമ്മ വേണ്ട, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അവനെങ്കിലും പോയി രക്ഷപ്പെട്ട്. ഡീ ഇത് എന്തറിഞ്ഞിട്ടായിരുന്നു പറയണത്? ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിലല്ലേ? നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടില്ലേ ഞാൻ പോണത്. എന്നാ ശരി, വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ഉടനെ നോക്കാം. പിന്നെ നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ മറക്കുമോ? എന്നാ പൊടി. ഹലോ എടാ, ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുക. എടാ അമ്മയ്ക്ക് തീരെ വയ്യ, ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എടാ അതല്ല, കുറച്ച് പൈസ വേണം. ഹലോ, എനിക്കറിയാടി. എൻ്റെ അമ്മ പറയാറുള്ള ശരിയാ, നമുക്ക് നമ്മൾ മാത്രമേ കാണുള്ളൂ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ തന്നെയാണ് വലുത്. ശരി.